ആടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അനിൽ അക്കര രാജിവെച്ചു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പുതിയ നേതാക്കൾക്ക് അവസരം നൽകുന്നതിന് പാർട്ടിയിലുണ്ടാക്കിയ മുൻകൂർ ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് രാജിയെന്ന വിശദീകരണം. 2 പ്രധാന സ്ഥാനങ്ങൾ ഒരേ സമയം കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലെന്ന് അനിൽ അക്കരെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പകരം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനാണ് താൻ താൽപര്യപ്പെട്ടിരുന്നതെന്നും ആ വിശ്വാസം ഉൾക്കൊണ്ടാണ് പാർട്ടി തന്നെ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതെന്നും രാജിക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. സൗജന്യ യാത്രാകാലത്ത് KSRTC ജീവനക്കാരെ ഞെട്ടിച്ച സർക്കാർ 1-ാം തീയതിക്ക് മുമ്പ് ശമ്പള വിതരണം പൂർത്തിയാക്കി. KSRTC ജീവനക്കാർക്ക് ഏറെക്കാലത്തിന് ശേഷം മാസത്തിലെ അവസാന ദിവസം തന്നെ ശമ്പളം വിതരണം ചെയ്തു. 1-ാം തീയതിക്ക് മുമ്പായി ശമ്പളം നൽകാൻ ഈ മാസം സർക്കാർ 100 കോടി രൂപയാണ് KSRTCക്ക് അനുവദിച്ചത്. സ്ത്രീകൾക്കായി പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത് വഴി KSRTCക്ക് പ്രതിമാസം 55 കോടിയോളം രൂപ വരുമാന നഷ്ടം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ അടിയന്തര സാമ്പത്തിക സഹായവും കൃത്യസമയത്തുള്ള ശമ്പള വിതരണവും നടന്നിരിക്കുന്നത്. ആലപ്പുഴ ദേശീയപാതയിൽ ഗർത്തം, ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. ആലപ്പുഴ ചേർത്തല 11-ാം മൈലിൽ ദേശീയപാതയിൽ ഗർത്തം. വൈകിട്ട് 6 മണിയോടെയാണ് ഗർത്തം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് CPM ജില്ലാ സെക്രട്ടറി R. നാസർ ആരോപിച്ചു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപം ദേശീയപാതയുടെ പ്രധാന ഹൈവേയിലാണ് റോഡിന് നടുവിലായി ഗർത്തം രൂപപ്പെട്ടത്. ആലപ്പുഴ ജില്ലയുടെ മിക്കയിടങ്ങളിലും കായലിൽ നിന്നുള്ള മണലാണ് ദേശീയപാത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. മണൽ ഒലിച്ചുപോയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ പാത തുറന്നു നൽകുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് ശ്വാസകോശത്തിൽ മുലപ്പാൽ കയറി 3 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. പനയം തെക്കേ വീട്ടിൽ മുക്ക് സ്വദേശി പ്രിയയുടെ മകൻ പ്രയാഗാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെ പാൽ കൊടുത്ത ശേഷം അമ്മയ്ക്കരികെ കിടത്തിയ കുഞ്ഞിനെ 4 മണിയോടെ മൂക്കിൽ നിന്നും പതവുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൗൺസിലർ R. സുഗതനെ തലസ്ഥാനത്തെത്തിച്ചു. കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന BJP കൗൺസിലർ R. സുഗതന്റെ രാജിക്ക് വേണ്ടി തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കെ വിയ്യൂരിൽ നിന്ന് സുഗതനെ തലസ്ഥാനത്തെത്തിച്ചു. സുഗതൻ പ്രതിയായ വധശ്രമ കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ വിയ്യൂർ ജയിലിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കുന്ന സുഗതനെ നാളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. സുഗതനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇതിനുശേഷമാകും സുഗതനെ തിരികെ വിയ്യൂരിൽ എത്തിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക.